നമുക്ക് ആ ഒരു ആദ്യം കിട്ടിയ മീനെ തന്നെ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ കുറച്ചു നേരമായി ഇവിടെ നിൽക്കുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് മറ്റൊരു എക്സൈറ്റിംഗ് വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയോ? ഫിഷിങ്ങിന്. നാട്ടിൽ പോലത്തെ ഒരു ഫിഷിംഗ് പരിപാടിയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് ഫിഷ് ചെയ്യാനായിട്ട് കാനഡയിൽ. അപ്പോൾ നമ്മളിന്ന് ഫിഷിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് എന്തുണ്ട്? ഫിഷിംഗ് ലൈസൻസ് ഉണ്ട്. സോ ഇതാണ് എൻ്റെ മാസ്റ്റർ. ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഫിഷിങ്ങിന് പോണത്. പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പൊ ഞാൻ സച്ചു പോയിട്ടുണ്ട് ഓൾറെഡി. സച്ചുന്റെ മാനേജറൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. കുറെ മീനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞ വട്ടം. അതുകൊണ്ട് എന്റെ മാസ്റ്ററാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡേ ആണിന്ന്. ചൂണ്ടയിടാനായിട്ട് ഇര വേണ്ടത് ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇരയെ പിടിക്കാനാണ് വന്നേക്കണത്. നാട്ടിൽ പോലെ നമ്മൾ മണ്ണിരേനെ പിടിക്കൊന്നും വേണ്ട കേട്ടോ. ഇവിടെ നമുക്ക് കോയിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടിന്ന് കിട്ടും. ആ ടിന്നിൻ്റെ ഉള്ളിൽ നമ്മുടെ ബെയ്റ്റ് ഉണ്ടാവും. നമുക്ക് സംഭവം ഭയങ്കര ഈസിയാണ്. ചില ആളുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ബെയ്റ്റിനെ ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ ലൈവ് ബെയ്റ്റിനെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ചൂണ്ടയിടാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാനഡയിലെ ആളുകളുടെ ഒരു ഫേവറേറ്റ് വിനോദമാണല്ലോ ഈ ഒരു ചൂണ്ടയിടൽ അല്ലെങ്കിൽ ഫിഷിംഗ് എന്ന് പറഞ്ഞ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ലൈവ് ബെയ്റ്റ്സ് ഒക്കെ ഇവിടെ ഈസിലി ആക്സസിബിൾ ആണ് കേട്ടോ. പൊട്ടിച്ച് സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്ത് നിറയും. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നല്ല ചൂടുണ്ട്. തൊപ്പിയൊക്കെ നിറത്തിയുള്ള നിറച്ച ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പുറത്തിറങ്ങാം. അപ്പം നമ്മൾ ലേക്ക് എത്തിയിട്ടോ. നമ്മളിവിടെയാണ് ഫിഷ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ഹാഫ് ആൻ അവറാണ് ഇവിടേക്കുള്ളൂ. അധികം ദൂരമൊന്നുമില്ല. ഇവിടെയൊക്കെ ഒരുപാട് താറാവുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഒരു മെയിൻ റോഡിനടുത്തുള്ള ഏരിയ തന്നെയാണ്. പക്ഷെ ഒരുപാട് ആളുകൾ ചൂണ്ടയിടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. സച്ചുൻ്റെ മാനേജറിൻ്റെ കൂടെ ഇടയ്ക്ക് ഒരു കമ്പനിക്ക് ഫിഷിങ്ങിന് പോകാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും എന്നെ കൂടി കൊണ്ടുപോകാൻ. അങ്ങനെ ഇത്തവണ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള ലേക്കാട്ടോ. ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. നൈസ് ആംബിയൻസ് ആട്ടോ ഇവിടെ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ വാത്ത തറവൊക്കെ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ അവിടെയൊക്കെ ചൂണ്ടിടാൻ വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോന്ന് അറിയില്ല. മീനെ കിട്ടി ഗൈസ്. അടിപൊളി സൺവിഷനെ കിട്ടി. ആ ഒരു മീനെ തന്നെ നമുക്ക് കിട്ടുള്ള ഗൈസ്. ഗൈസ് നമ്മളിപ്പോഴും സ്റ്റിൽ ട്രൈയിങ് ആണ്. നമുക്ക് ആ ഒരു ആദ്യം കിട്ടിയ മീനെ തന്നെ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ കുറച്ചു നേരമായി ഇവിടെ നിൽക്കുന്നു. മാക്സിമം ട്രൈ ചെയ്യാം. ഇവിടെ എന്തെങ്കിലും നമുക്ക് ഒപ്പിക്കാലോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് അടുത്ത മീനെ കിട്ടി. ചെറുതായത് നമുക്ക് അടുത്ത മീനെ കിട്ടി. രണ്ടാമത്തെ മീനെ കിട്ടിയിരിക്കണം. പിന്നെ സംഭവം ഉരിയെടുക്കണം കുളത്ത്. അടുത്ത മീൻ നോക്ക്. നമുക്ക് അടുത്ത
കിട്ടും എക്സ്പീരിയൻസ് ഇത് കിട്ടുമെന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് അടിപൊളിയാണ്. നമ്മള് അങ്ങറ്റത്താണ് ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് ആളുകൾ കണ്ടായിരുന്നു. നമ്മളിപ്പോ ഇവിടെ വന്ന് നിന്ന് നോക്കി. ഇവിടുത്തെ വെള്ളത്തിന് കുറച്ചും കൂടി ആഴമുണ്ട്. അപ്പൊ മീനുകൾ പെട്ടെന്ന് കൊത്തുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഇനിയും കൊത്തട്ടെ. കൊത്തുന്നുണ്ടെന്നാണ് അതിങ്ങനെ അനങ്ങി കഴിഞ്ഞാൽ. കടുത്തതിനെയും കിട്ടി. അടിപൊളി. വലിച്ചു നോക്കിയേ. ആ ആ ആ ആ ആ എന്ത് തോന്നുന്നു ബേബി? വലിച്ചു നോക്കി. വലും തോന്നുന്നുണ്ട്. റീലി ഞാൻ ഇത്ര വലിയ ഫിഷർമാൻ വുമണാന്ന് അത്യാവശ്യം വലുതാ അല്ലേ? ഇതിന് പിടിക്കുന്ന അതിന് വേണ്ടി വല്ലേ നഷ്ടം. biggest one. Here you go. Yes, we got the other one. It's okay. Shit. Oh yeah. Yes, we got another one. ഇത് വലുതല്ലേ? നെക്സ്റ്റ് വൺ ഗോയ്സ്. ഇത് അത്യാവശ്യം വലുതാന്ന് തോന്നുന്നില്ല. അതാ നല്ലത്. ഇത് ഇഷ്ടമാതിരി വലുത് കിട്ടിപ്പോ നിനക്ക്. എന്റെ പെണ്ണിന് നമ്മുടെ ചക്കടു ഇത്ര പെരുത്ത മീനെ കിട്ടും നമ്മള് വിചാരിച്ചോ? Oh my God. ഞങ്ങള് ഒരു മീനൊക്കെ ഒരെണ്ണത്തിന് കിട്ടിയില്ല. നമുക്ക് അങ്ങറ്റത്തുനിന്ന് ഒരു ചെറുതിനെ കിട്ടിയത് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞങ്ങൾ വിരിച്ച് ഇവിടേക്ക് ഇത്തിരി നെയ്യ് നോക്കാം, 1-2 കൂടി കിട്ടുകയാണെങ്കിലോ കരുതിയിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കിയത്. ഓ അത്ര ഞങ്ങൾക്ക് എത്ര ഉണ്ടായിപ്പോ എണ്ണലൊക്കെ നിർത്തി അത്രക്കായി. നമുക്ക് ചെറുതിനൊക്കെ വേണമെങ്കിൽ കളഞ്ഞിട്ട് വലുതിനെ മാത്രം കൊണ്ടുപോകാം. നെക്സ്റ്റ് ചെറുതോ അല്ലേ? നിന്നെ ഞങ്ങള് വിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വലുതിന് മതി. വലുതൊക്കെ പിടിക്കണ്ടല്ലോ. നോക്ക് ഗൈസ്, നിങ്ങൾ ഞങ്ങളെ നോക്ക്. ആ
5 സെക്കൻഡ് പോലും ഇത് വേണ്ട ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ. അത്രയും പെട്ടെന്ന് മീൻ കിട്ടും. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, എന്നെ കൊണ്ട് വന്ന പെട്ടെന്ന് മീൻ കിട്ടുന്നു. കിട്ടിയാ നമ്മുടെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ മീനുകൾ എന്തോരുണ്ടെന്ന് നോക്കൂ. എത്ര ഫിഷാണെന്ന് നോക്കുന്നത്. ഒരു അടിപൊളി ഫിഷിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാര്യം ഞങ്ങൾ വന്നെങ്കിലും ഞങ്ങൾ വിചാരിച്ചാൽ ഇത്രയ്ക്ക് മീന് കിട്ടുമെന്ന്. എന്തായാലും ഭയങ്കര അടിപൊളി ഡേ ആയിരുന്നു. പൊളി. നമുക്ക് ഇനിയും ഇതേപോലെയുള്ള ഫിഷിങ്ങിന് സ്ഥിരമായിട്ട് വരാം. ഒരു കിഡിലൻ ഫിഷിംഗ് എക്സ്പീരിയൻസ് അങ്ങനെ കഴിഞ്ഞു. നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. പിന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വ്ളോഗായിട്ട് കാണുന്നവരെ ടിൽഡേ ബൈ. ഫിഷിംഗ് ലെസൺസിന് സമീപിക്കുക. കനേഡിയൻ തനിനാടൻ കനേഡിയൻ കപ്പ. അപ്പോൾ ഞാൻ വിചാരിച്ചു മീൻ വീട്ടിൽ കൊണ്ടുവന്ന് വറക്കുന്നതും കൂടി നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഞങ്ങൾ നല്ല എണ്ണയിലിട്ടത് പൊരിച്ചെടുത്തു കേട്ടോ. നല്ലൊരു ഫ്ലേവറുള്ള മീനാണ് കേട്ടോ ഈ സൺഫിഷ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.